കള്ള് ഷാപ്പിൽ കയറിയതിന് എത്ര അടി കിട്ടിയിട്ടുണ്ട്? പണ്ട് CID മറ്റേ CID ആയിരുന്നു. കള്ള് ഷാപ്പിൽ കയറിയതിന്. എത്ര വയസ്സിലാണ് കയറിയത് കള്ള് ഷാപ്പിൽ? ഡിഗ്രിക്ക് പഠിക്കുമ്പോ ആരൊക്കെ ഉണ്ടായിരുന്നു പോയപ്പം? ഞങ്ങളുടെ കോളേജില് കുറെ പേരുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ. ഒറ്റയ്ക്കല്ല, കുറെ പേര്, ഞാൻ പേരൊന്നും പറയുന്നില്ല. ലേഡീസ് മാത്രമാണോ? അല്ലല്ല, ലേഡീസും ഉണ്ട്, ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, കൂട്ടുകാരൊക്കെ കൂടിയിട്ട്. എന്നിട്ട് പോയി ഇതൊക്കെ. എത്ര ഗ്ലാസ് കഴിച്ചു? 6 ഗ്ലാസ് കുടിച്ചുള്ളൂ. പിന്നൊന്നും ഓർമ്മയില്ല. അതെന്റെ കോമഡി. അയ്യോ, അത് പറഞ്ഞ സാറ് ചിരിച്ച് മരിക്കും. കേക്കട്ടെ. ഞാൻ 1/2 ഗ്ലാസ് കുടിച്ചുള്ളൂ. പിന്നെ 1 ഗ്ലാസ് കുടിച്ചവരുണ്ട്. ലേഡീസിൽ തന്നെ 1 ഗ്ലാസ്. നല്ലോണം മീൻസ് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഒരാളും ഉണ്ട് അതിനകത്ത് കുടിച്ച്. അപ്പോഴേക്കും ലാസ്റ്റ് ഞങ്ങൾ കുറച്ച് കുടിച്ചവരൊക്കെ പെട്ടെന്ന് ഫിറ്റായി. ഇവളൊക്കെ ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുക. ഫിറ്റാന്ന് വെച്ചാൽ ഫിറ്റായതല്ല, നമുക്ക് എന്തോ ഒരു ഇത് തോന്നുമല്ലോ, ഒരു സംഭവം. സത്യത്തിൽ ഞങ്ങൾ കള്ള് കുടിക്കാൻ പോയതല്ല. ഞങ്ങള് മറ്റേ ഇവര് കക്കയിറച്ചിയും മറ്റേ റോസ്റ്റ്, ലിവർ റോസ്റ്റ്, കക്കയിറച്ചി, ഓ അടിപൊളി, അത് കഴിക്കാൻ പോയതാ. അപ്പം മറ്റേ കുടത്തിലാ കൊണ്ടുവന്നത്, മുന്തിരിക്കള്ള. അത് കുടത്തിൽ കുറെ മുന്തിരി അത് കൊതി വെച്ചിട്ടല്ല, അപ്പൊ പിന്നെ ഞങ്ങള് വീട്ടിൽ പറഞ്ഞിട്ടാ പോയത് കേട്ടോ. ഞങ്ങള് വീട്ടില് കള്ള് ഷാപ്പിൽ പോവാന്നല്ല, ആലപ്പുഴ പോവാണ്. ഷാപ്പിൽ കയറി ഇച്ചിരി കഴിക്കുന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ അവർക്ക് നമ്മളെ അറിയാം. ഞാൻ പറഞ്ഞ ഫാമിലി അത്ര അങ്ങനെ ഇടുക്കിയിട്ടുള്ള ഫാമിലി അല്ല. അപ്പൊ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ന്യൂസ് എങ്ങനെയോ ഞങ്ങളുടെ കോളേജിലെത്തി. അതായത് ഇത്രയും വിദ്യാർത്ഥികള് കള്ള് ഷാപ്പിൽ കയറി കോളേജിലെത്തിയിട്ട് പിന്നെ ഞങ്ങളുടെ പേരൻസിനെയൊക്കെ വിളിപ്പിച്ചു. പേരൻസിനെ വിളിപ്പിച്ചപ്പോൾ എൻ്റെ അമ്മേൻ്റെ വിചാരം എന്നെ കോളേജിൽ നിന്ന് ഇതോടുകൂടി എൻ്റെ പഠിത്തമൊക്കെ നിർത്തി എന്നെ വിടുകയാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ അമ്മ അവിടെ വന്നിട്ട് നിന്നോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇമാതിരി പണിക്കൊന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ ഭയങ്കരമായിട്ട് വഴക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ കൂടെയുള്ള കൂട്ടുകാരികളുടെ അമ്മമാർ പേരൻസൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവരൊക്കെ കൂളായി കണ്ടപ്പോൾ ആളും കുറച്ച് ചില്ലായി, കുഴപ്പമൊന്നുമില്ല പിള്ളേർ. അപ്പോൾ അവർ നമ്മുടെ പ്രിൻസിയുടെ അടുത്ത് പറഞ്ഞിട്ടാണ് പോയത്, അവരിങ്ങനെ പോകുമെന്ന് പറഞ്ഞിരുന്നു, കഴിക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പക്ഷേ പ്രിൻസിപ്പൾ സമ്മതിച്ചില്ല. കാരണം മറ്റുള്ളവർ ഇതൊരു മാതൃകയാക്കാതിരിക്കാൻ വേണ്ടി ആവണം ഞങ്ങൾക്ക് ഒരാഴ്ച ഒരു സസ്പെൻഷൻ കിട്ടി. പക്ഷേ ആ ഒരു ഒറ്റ വീക്ക് ഞങ്ങൾ അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ച് ഷാപ്പിൽ പോയില്ല. പക്ഷെ ഞങ്ങൾ കുറെ അടിച്ചു പൊളിച്ചു. കാരണം കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ കയറാൻ സമയമുണ്ട്. 6 മണി 7 മണിക്കുള്ളിൽ ഹോസ്റ്റലിൽ കയറണം. അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഹോസ്റ്റലിൽ. അടിച്ചു പൊളിച്ചു ഞങ്ങള്. ഹോസ്റ്റലിൽ പറഞ്ഞു ഇല്ല സസ്പെൻഷൻ കിട്ടിയെന്ന്. അതുകൊണ്ട് ഡെയിലി രാവിലെ കോളേജിൽ കറങ്ങി നടക്കും. കള്ള് കണ്ടിന്യൂ ചെയ്യൂ? ഇല്ല, താല്പര്യമില്ല. കള്ള് കുടിക്കാൻ ഇഷ്ടം, ഒക്കേഷണലി കുടിക്കും. ഞങ്ങള് കഴിഞ്ഞ ദിവസം അങ്കിളിന്റെ, ഞാൻ പള്ളി കല്യാണം കഴിക്കാത്ത അങ്കിളിന്റെ 60ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പത്തേക്കും അന്ന് വീട്ടിൽ കള്ള് കുടിച്ചു ഞാൻ. എന്നിട്ട് ലാസ്റ്റ് എന്റെ കൈ ഇരുന്ന കുപ്പി ഓടിച്ച് അമ്മയാണ് കൊണ്ട് പാത്ത് വെച്ചത്. ഇപ്പൊ എത്ര ഉണ്ട് കപ്പാസിറ്റി? അന്ന് 1/2 ഗ്ലാസ് ആയിരുന്നു, ഇപ്പൊ ഒരു കുപ്പി പോവോ? ഇല്ല, 1/2 കുപ്പി കുടിച്ചു. 1/2 കുപ്പി കുടിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ ഒരു കാല് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കാല് വെക്കണ പോലെ തോന്നുന്നു, തെറിച്ചു പോവാ കാല്. ഇപ്പൊ വന്നപ്പോഴേ എനിക്ക് തോന്നി 1/2 കുപ്പി കുടിച്ചിട്ടുണ്ടെന്ന്. ഇല്ല, അങ്ങനെയൊന്നും കുടിക്കില്ല. അങ്ങനെ ഒക്കേഷണലി എന്തായാലും ഒക്കേഷണലി കള്ളു കുടിക്കും. പിന്നെ കൂടി പോയി കഴിഞ്ഞാൽ ഒരു 2 ഗ്ലാസ് വൈൻ കഴിക്കാം. ഇല്ല, വൈൻ കഴിക്കില്ല. ലിക്കറും ഇഷ്ടമല്ല, അതൊന്നുമില്ല. കള്ള് നമ്മുടെ എന്താണ് തനതായ തെങ്ങിൽ നിന്നെടുത്ത അല്ലേ, നാച്ചുറൽ കള്ള്, നാച്ചുറൽ അന്തിക്കള്ള്. അതെ, ഭയങ്കര മധുരവായിന്, നല്ല മധുരമാണ്, നല്ല സുഖമാണ്. കാരണം എല്ലാരും പറയുന്നതല്ലേ, കാരണം അതിനകത്ത് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് പറയുന്നത്. പക്ഷെ ഇതൊരു ശീലമാക്കണ്ട കേട്ടോ. ഈ മരത്തിലൊക്കെ കേറും. എന്തെല്ലാം മരത്തിൽ കയറും? തെങ്ങ്, എല്ലാം. എനിക്ക് അറിയത്തില്ല ഞാൻ എങ്ങനെയാ പഠിച്ചത്. ഞാൻ നല്ലോണം പണ്ട് അവിടെ വീടിന്റെ അവിടെ ഒരു മൽബറി മരം ഉണ്ട്, അതിലൊക്കെ നല്ലോണം കയറും. അമ്മ എന്നെ ഏറ്റവും കൂടുതൽ അടിക്കണത് ഈ മരത്തേക്ക് കയറാൻ പോണേനൊക്കെയാ. കുഞ്ഞിലെ അമ്മ അങ്ങനെ വീട്ടിലിരുത്തിയിട്ട് പോകും പണിക്ക്. അപ്പത്തേക്കും അമ്മ അയ്യോ അതെങ്ങനാന്നറിയാവോ, അവിടെ ഒരു ജനലുണ്ട്.
അമ്മ എന്നെ ആകെ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടാ പോവാ, കാരണം വീട്ടിൽ വേറെ ആരും ഇല്ല. അപ്പൊ എന്നെ ചേട്ടനെ വീട്ടിൽ ഇരുത്തിട്ടാ പോവാ. ചേട്ടൻ ഇത് ജോലി ചെയ്യാ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ. ചേട്ടൻ എന്നിട്ട് നാളെ ദുബായിക്ക് പോവാള്. നാളെ ദുബായിക്ക് പോവാ. അപ്പൊ എന്റെ ഒരു വലിയ ഹായ് പറഞ്ഞേക്ക ചേട്ടയുടെ ഹായ്. എന്നിട്ട് ഈ മരത്തേല് അപ്പൊ അമ്മ എന്നെ ലോക്ക് ചെയ്തിട്ടോ. അമ്മയ്ക്ക് ഇതുവരെ അറിയത്തില്ലല്ലോ ഞാൻ എക്സിറ്റ് ആവുന്ന വഴി ഏതാന്ന്. ആ അപ്പുറത്തെ റൂമിൽ ഒരു തടിയുടെ ജനലാ, അതിന്റെ ആ സംഭവം ഇല്ല തടി, അതിങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. അതിട്ട് ഞാൻ അതിനകത്തോടെ ഇറങ്ങി പുറത്ത് പോയി കളിച്ചിട്ട് അമ്മ വരാറാകുമ്പോഴത്തേക്ക് അതിനകത്തോടെ എന്നിട്ട് ഞാൻ അതിനകത്തോടെ തന്നെ കയറി അമ്മ വരുമ്പോഴത്തേക്ക് അടങ്ങിയിരിക്കും. ചില സമയത്ത് പണ്ട് സമയമൊന്നും നമുക്ക് അറിയത്തില്ലോ, അപ്പൊ ചില സമയത്ത് ടൈമിങ് തെറ്റും. അതായത് അമ്മ വരുന്നതിന് മുൻപ് എനിക്ക് എത്താൻ പറ്റൂല. അപ്പൊ അമ്മ പിടിക്കും, നല്ല അടി വെച്ച് വരും. ഇപ്പൊ കേറൂല, അല്ല മരത്തെ കയറും ഇപ്പോഴും ആണ്. എത്ര വലിയ മരത്തിലാണെങ്കിലും കയറും. കയറും. അങ്ങനെയാണ് ഈ ഷോ കഴിഞ്ഞ വെളിയിലത്തെ ആ മരത്തിലൊന്ന് കയറി കാണിച്ചിരുന്നു. കാണിക്കാം. ഉറപ്പാണേ? ഉറപ്പ്. ഓക്കെ. എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ, എന്റെ കാലിലെ കാണാ പാദസരം നീ അല്ലേ, നീ അല്ലേ. ഇത് മറ്റേ ദിലീപ് മീശ മാധവനിൽ ഇങ്ങനെ ഇറങ്ങുന്നൊരു സീനുണ്ട്. എനിക്ക് പെട്ടെന്ന് അന്ന അങ്ങനെ കയറി ഇറങ്ങുന്ന പോലെ എനിക്ക് തോന്നി. സൂപ്പറായിരിക്കും. അപ്പൊ എന്തായാലും ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ട. ഈശ്വര, ഒന്നാമത് എനിക്ക് പാടാൻ അറിയത്തില്ലേ, അതുകൊണ്ടാണ് പാടാൻ പറഞ്ഞത്. പിന്നെ ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ കുളമാവും. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതാണ് വേണ്ടത്. ഞാൻ ദൈവത്തിന്റെ ഒരു ഭക്തിഗാനം പാടാം. ആയിക്കോട്ടെ. യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ, അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ, സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരവും, നന്മകൾക്കു നന്ദിയേകാൻ എന്തു ചെയ്തു ഞാൻ. അയ്യോ, ദൈവവിശ്വാസിയാണല്ലേ? നല്ലോണം. എല്ലാ ഞായറാഴ്ചയും പള്ളി പോവോ? ഇല്ല. അങ്ങനെയല്ലേ, എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, പക്ഷെ അന്ധമായ വിശ്വാസമില്ല. നമ്മളെ തുണയ്ക്കണ ഒരു പവർ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെ അന്ധമായിട്ട് വിശ്വസിക്കുക, അല്ലെങ്കിൽ പിന്നെ എനിക്ക് പള്ളിയിൽ പോയിട്ടൊരു 10 രൂപ നേർച്ച ഇടുന്നതിലും നല്ലത് ആ പള്ളിയുടെ വാതിൽക്കിരിക്കുന്ന ഒരു ഭിക്ഷക്കാരന് 10 രൂപ കൊടുക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനത്തെ ഒരു വിശ്വാസമാണ് എനിക്ക്. നിങ്ങൾ ഈ നക്ഷത്രത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ ഈ സത്യം പറഞ്ഞുണ്ടല്ലോ, നമുക്ക് എന്താ പറയാ, ഒരു മാർഗവും ഇല്ലാതെ വരുമ്പോൾ നമ്മളാണ് ദൈവത്തെ വിളിക്കുക. നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ഇത് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്, നമ്മൾ അപ്പൊ ദൈവത്തെ വിളിക്കും. ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഈശ്വര കാത്തോടെ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരുന്നപ്പോ തൊട്ട് ഈശ്വര ഈശ്വര എന്ന് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് കണ്ടുള്ളൂ. ഒരു എത്ര പ്രാവശ്യം പറഞ്ഞത് എനിക്കറിഞ്ഞൂടാ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിച്ചത് ഈശ്വര വിശ്വാസം. അത് എവിടുന്ന് കിട്ടിയതാണ് കേട്ടോ. അത് ഇടയ്ക്ക് ഭഗവാനെ എന്ന് പറയും. അത് അമ്മയ്ക്ക് അത് തന്നെ പേടിയാ. അമ്മ പറയും, ദൈവം ഇവള് ഭഗവാൻ ഇടി ഈശോ വിളിക്കും. അമ്മയ്ക്ക് ഭയങ്കര പേടിയാ. ഞാൻ ഹിന്ദു മീൻസ് അങ്ങനത്തെ വിശ്വാസത്തിലോട്ട് പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ മുസ്ലിംസ് കല്യാണം കഴിച്ചു കഴിഞ്ഞാല് അത് എന്തായാലും ഒരു അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഏത് കാസ്റ്റാണെങ്കിലും കുഴപ്പം. ഞാൻ നമ്മൾ ആരെയും നമുക്ക് വിശ്വാസം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, ആരെയും നമ്മൾ ഇതാക്കാതിരുന്നാൽ മതി. എന്തായാലും പറയാ, നിന്ദിക്കാതിരുന്നാൽ മതി. വന്ന ജില്ലയിൽ നിന്ദിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്ത് കേട്ടോ, കാരണം അന്നയ്ക്ക് ഒരു തുറന്ന മനസ്സുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. അതെ. സാധാരണ ചില കുട്ടികളാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കാര്യം ഇതുപോലത്തെ മരം കയറുമെന്നോ കള്ള് ഷാപ്പിൽ പോയെന്നോ അര ഗ്ലാസ് കുടിച്ചെന്നോ ഒന്നും പറയത്തില്ല. പക്ഷെ അന്ന ഓപ്പണായിട്ട് പറയുന്നു. അതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയാണ് എന്നെ നല്ലോണം ടേക്ക് കെയർ ചെയ്ത് വളർത്തി. എൻ്റെ അമ്മ അപ്പം എൻ്റെ അമ്മ എനിക്ക് അതിനുള്ള ഫ്രീഡം തന്നിട്ടുണ്ട്. നാളെ ഞാനൊരു മിസ്റ്റേക്ക് കാണിച്ചാലും അതിനകത്തൊരു വിശ്വാസമുണ്ട് സാർ. നമ്മുടെ ഈ ലോകത്ത് നമ്മൾ എന്ത് വലിയ തെറ്റ് ചെയ്താലും നമ്മുടെ പേരൻസിനോളം അത് ക്ഷമിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഈ ലോകത്ത് ഒരാളും ഇല്ല. അത് ഈവൻ നമ്മുടെ ഹസ്ബൻഡ് ആണെങ്കിൽ പോലും എന്നാണ് എൻ്റെ ഒരു ധാരണ. ശരിയാണ്, ധാരണയല്ല, അത് ശരിയാണ്. കാരണം നമ്മുടെ വീട്ടില് നമ്മുടെ അമ്മ അതെ അതിന് എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ ടെൻഷൻ എല്ലാം മാറി ഇല്ലേ. നാട്ടുകാരെന്തോ പറയട്ടെ, അതിനകത്തൊരു പ്രശ്നമില്ല. പക്ഷെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഹസ്ബൻഡ് അതിന് സാരമില്ല, നീ പോയി നിന്റെ ജോലി ചെയ്യ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾ വിജയിച്ചു. അതെ അതെ, ഉറപ്പായിട്ടും. അതാണ് അതിന്റെ സത്യം. ഓക്കെ.